ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വേദഭാഗം സങ്കീർത്തനങ്ങൾ 24-ാം അധ്യായം 1-ാം വാക്യം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനങ്ങൾ ഒന്നാണ് 24-ാം സങ്കീർത്തനം. നമുക്കറിയാം, ഫറവോൻ്റെ അധീനതയിലുള്ള ഈജിപ്തും അസീറിയയും പോലെ വലിയൊരു രാജ്യമല്ലായിരുന്നു ദാവീദ് രാജാവിൻ്റെ. എന്നാൽ ദാവീദ് രാജാവ് പറയുന്നു, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി. വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അങ്ങനെ പകലും രാത്രിയും സൃഷ്ടിച്ചുണ്ടാക്കി. എന്തോരം നാം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനാകുന്നു കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എപ്പോഴും എല്ലാത്തിനും സന്തോഷിക്കുക, സ്തുതിക്കുക. ഈ ലോകത്തിൽ ജനിച്ചവർക്കെല്ലാം ദൈവം തമ്പുരാൻ താലന്തുകൾ നൽകിയിട്ടുണ്ട്. കൂടുതലൊന്നും ദൈവം നമ്മളോട് ചോദിക്കുന്നില്ല. അവനെ മഹത്വപ്പെടുത്തുക, സ്തുതിക്കുക. ഈ സൃഷ്ടിയെ ഉണ്ടാക്കിയ സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക. അതാകുന്നു ദൈവം നമ്മളെ എന്ന് ആഗ്രഹിക്കുന്നത്. ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ഈ ലോകത്തിൽ കാണുന്ന സകല ചരാചരങ്ങളും സൃഷ്ടിയും ഫലങ്ങളും എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. എത്ര അധികം സ്തുതിച്ചാൽ മതിയാകും. ഓരോ ദിവസവും ദൈവം തരുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, കൃപയാണ്. അത് സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവം തിരിച്ചെടുക്കുന്നവരെ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകിക്കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രത്യാശയെ ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. സർവശക്തനായ ദൈവം തമ്പുരാൻ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വലിയ വിടുതൽ തന്നു. ആ യേശു വാനമേഘങ്ങളിൽ വരും എന്നുള്ളത് നിശ്ചയമാണ്. അതിൻ്റെ സംഭവങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രവചനങ്ങളും നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ, ബിസി ലൈഫിനിടയിൽ ഇതൊന്നും കാണുന്നില്ല. പക്ഷേ പ്രകൃതി ആ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഭൂകമ്പങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, അന്ധകാര ശക്തികൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ വരവിനായി ഒരുങ്ങാം. ഭൂതലവും നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. നമ്മുടെ സകല സമ്പത്തും നമുക്കുള്ള ജീവനും ദൈവത്തിൻ്റെ വകയാകും. അതിൽ നാം വിനയപ്പെട്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാൻ, ദാവീദ് രാജാവിനെ പോലെ എപ്പോഴും സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാണ്. ഞങ്ങൾ നിൻ്റെ വകയാകും. നീ ഇല്ലാതെ ഞങ്ങൾക്കൊരു ജീവിതമില്ല. അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണേ. അതിന് പരിശുദ്ധാത്മാവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.